Characteristics of management. First one, management is a goal oriented process. Every organization has a basic goal, and its existence is based on that goal. To achieve this goal, management utilizes the effort of various individuals in an organization. The success of management is measured by the extent to which the objectives are achieved. ഏതൊരു സ്ഥാപനത്തിനും ഒരു അടിസ്ഥാന ലക്ഷ്യമുണ്ട്. അതിനുവേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത്. മാനേജ്മെൻറ്റ് വിവിധ തൊഴിലാളികളുടെ പ്രയത്നങ്ങളെ സംയോജിപ്പിച്ച് ആ ലക്ഷ്യം നേടാൻ ബിസിനസ്സിനെ സഹായിക്കുന്നു. ഒരു ബിസിനസ് അതിൻ്റെ ലക്ഷ്യം എത്രത്തോളം നേടി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെൻറ്റ് വിജയം നിശ്ചയിക്കുക. സെക്കൻഡ് വൺ, management is pervasive. Pervasive means universal. It can be used everywhere in the world. It is commonly used in all organizations without considering its political, social, or economic status. What managers are doing in India, in the same way, the managers of other countries are also performing. But the style of performance is different due to the difference in culture, tradition and history. രണ്ട്, മാനേജ്മെൻറ്റ് സർവ്വവ്യാപിയാണ്. അത് ലോകത്ത് എവിടെയും ഉപയോഗിക്കാവുന്നതാണ്. ഏതെല്ലാം തരം സ്ഥാപനമായാലും അവിടെ മാനേജ്മെൻ്റ് ഉണ്ട്. ഇന്ത്യയിൽ എങ്ങനെയാണോ സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ലോകത്തെവിടെയും സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ശൈലിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. Third one is, management is multidimensional. Management is a complex activity with 3 dimensions, and they are management of work, management of people, and management of operation. 3, മാനേജ്മെൻറ്റ് ബഹുമുഖ വീക്ഷണമുള്ള ഒന്നാണ്. മാനേജ്മെൻറ്റ് വളരെ സങ്കീർണത നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തി നമുക്ക് 3 കോണുകളിലൂടെ മനസ്സിലാക്കാം. ഒന്ന്, തൊഴിൽ മാനേജ്മെൻറ്റ്. 2, തൊഴിലാളി മാനേജ്മെൻറ്റ്. 3, പ്രവർത്തന മാനേജ്മെൻറ്റ്. Let us discuss these 3 dimensions. 1. Management of work. All organizations exist for doing some work. Here, management translates this work in terms of goal to be achieved and assign the means to achieve it. 1. തൊഴിൽ മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്. എല്ലാ സ്ഥാപനങ്ങളും നിലകൊള്ളുന്നത് ജോലിക്ക് വേണ്ടിയാണ്. മാനേജ്മെൻറ്റ് ഈ തൊഴിലിനെ നേടാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളാക്കി മാറ്റുകയും അതിനാവശ്യമുള്ള വിഭവങ്ങൾ, അതായത് റിസോഴ്സസ് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Second one is management of people. Management deals with the people working in an organization. Managing people has 2 dimensions.
First one, they deal people as individuals having their own goals and desires. Second one, they deal people as a member of a group. In this context, management makes people active by boosting their strengths and removing their weaknesses. രണ്ട്, തൊഴിലാളി മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുമായിട്ട് മാനേജ്മെൻറ്റ് ഡീല് ചെയ്യാറുണ്ട്. അവർ രണ്ട് ആംഗിളിലൂടെയാണ് ഡീല് ചെയ്യുന്നത്. ഒന്ന്, തൊഴിലാളികളെ ആവശ്യവും ആഗ്രഹവുമുള്ള ഒരു വ്യക്തിയായിട്ട് ഡീല് ചെയ്യുന്നു. രണ്ട്, തൊഴിലാളികളെ ഒരു ഗ്രൂപ്പിലെ മെമ്പറായി കണക്കാക്കുന്നു. ഇവിടെ തൊഴിലാളികളെ ബിസിനസ്സിൻ്റെ ലക്ഷ്യം നേടിയെടുക്കുവാൻ ആവശ്യമായ രീതിയിൽ പ്രാപ്തരാക്കി എടുക്കുക എന്നതാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി തൊഴിലാളികളുടെ പോരായ്മകൾ കണ്ടുപിടിച്ച് ഇല്ലാതാക്കുകയും അവരുടെ സ്ട്രെങ്തുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ, മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ്. Every organization, they have their own products or services. Here, management acts as a linking process between management of work and management of people. In simple words, we can say it is the production process in which the flow of input and technology for making the product for consumption. മൂന്ന്, പ്രവർത്തന മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ. എല്ലാ സ്ഥാപനങ്ങൾക്കും അവരുടേതായ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഉണ്ടാകും. ഇവിടെ മാനേജ്മെൻറ്റ് ഒരു കണികയായി പ്രവർത്തിച്ച് തൊഴിലിനെയും തൊഴിലാളിയെയും ലിങ്ക് ചെയ്യുന്നു. അങ്ങനെ ലക്ഷ്യം നേടാൻ ബിസിനസ്സിനെ സഹായിക്കുന്നു. ഇവിടെ മാനേജ്മെൻറ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ ആവശ്യമായ റിസോഴ്സസും സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് ആവശ്യമായ പ്രോഡക്റ്റ് ഉപഭോഗത്തിനായി നിർമ്മിക്കുന്നു. The fourth characteristics of management is a continuous process. Process means series of action. Management is considered as a continuous process. It involves a series of interrelated but separate functions performed by the management for achieving the planned objective. These functions are simultaneously performed by all managers at every time continuously. This means the management will plan, organize, direct and control for achieving a goal. After achieving it, they will again start planning, organizing, directing and controlling for another objective, and this process will continue. That is why we called management as a continuous process. 4, മാനേജ്മെൻറ്റ് ഒരു തുടർ പ്രക്രിയയാണ്. കണ്ടിന്യൂസ് പ്രോസസ്സ്. മാനേജ്മെൻറ്റിനെ ഒരു തുടർ പ്രക്രിയ ആയിട്ടാണ് കണക്കാക്കുന്നത്. പരസ്പര ബന്ധിതമായ എന്നാൽ വേറിട്ട ഒരു കൂട്ടം പ്രവർത്തനങ്ങളിലൂടെയാണ് മാനേജ്മെൻറ്റ് നിശ്ചയിച്ച ലക്ഷ്യം നേടുന്നത്. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്
എന്നിവയാണ് ആ പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങൾ എല്ലാ മാനേജേഴ്സും ഒരേപോലെ എല്ലാ സമയത്തും പെർഫോം ചെയ്യേണ്ടതാണ്. എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങളായ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് എന്നീ പ്രവർത്തനങ്ങളിലൂടെ ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രവർത്തനങ്ങൾ വേറെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതായി വരുന്നു. അങ്ങനെ അവർ അത് വീണ്ടും വീണ്ടും തുടർന്ന് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റിനെ തുടർ പ്രക്രിയ എന്ന് വിളിക്കുന്നത്. ഫിഫ്ത്ത് വൺ, മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. An organization is a collection of individuals with various needs and wants. These people are working together in an organization for achieving a common goal. This makes management a group activity. 5. മാനേജ്മെൻറ്റ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. വിവിധ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഒരു കൂട്ടം വ്യക്തികൾ അടങ്ങുന്ന ഒന്നാണ് ഒരു സ്ഥാപനം. അവർ ബിസിനസ്സിൻ്റെ ലക്ഷ്യം നേടുവാനായി ഒരുമിച്ച് വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഈ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് മാനേജ്മെൻറ്റിനെ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. സിക്സ്ത് വൺ, മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. മാനേജ്മെൻറ്റ് ഹാസ് ടു ഫേസ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഡ്യൂ ടു competition losses like change in technology, obsolescence, loss in market share, etc. Management takes suitable steps to adjust with these changes and enables the business to minimize risk and maximize profit and thereby facilitate survival and growth of the business. So management is considered as the dynamic function. 6. മാനേജ്മെൻറ്റ് ഒരു ചലനാത്മക പ്രവർത്തനമാണ്. ഒരു ബിസിനസ് സ്ഥാപനം വിവിധ തരത്തിലുള്ള മാറ്റങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ഉചിതമായ നടപടികളിലൂടെ മാറിയ സാഹചര്യങ്ങൾ അനുസരിച്ച് നിലകൊള്ളുവാൻ മാനേജ്മെൻറ്റ് ബിസിനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുന്നു. അങ്ങനെ സ്ഥാപനത്തിൻ്റെ നഷ്ടസാധ്യത കുറയ്ക്കുവാനും ലാഭം വർദ്ധിപ്പിക്കുവാനും അതുവഴി ബിസിനസ്സിൻ്റെ വളർച്ചയും നിലനിൽപ്പും ഉറപ്പിക്കുവാനും സഹായിക്കുന്നു. സെവൻത് വൺ, മാനേജ്മെൻറ്റ് ഈസ് an intangible force. Management is an intangible force or unseen force. It has no physical structure, but its presence can felt by the result. 7. മാനേജ്മെൻറ്റ് ഒരു അദൃശ്യ ശക്തിയാണ്. മാനേജ്മെൻറ്റിന് കാണുവാൻ സാധിക്കില്ല. അതിന് ഒരു ഭൗതിക ഘടനയില്ല. പക്ഷേ ഒരു സ്ഥാപനത്തിലെ ഫലത്തിലൂടെ, റിസൾട്ടിലൂടെ അതിൻ്റെ സാമീപ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.